ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ. ആർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനൽ മറ്റൊരു കാണുന്നതിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് അടിക്കാൻ കൂടി മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് ഓൺലൈൻ സെർവറിൽ കളിക്കാൻ വരുന്നുണ്ടോ ചോദിച്ചിട്ട്. പക്ഷേ ഇപ്പോൾ എന്തായാലും നമുക്ക് ടൈമില്ല കളിക്കാനായിട്ട്. അതാണ്, നമുക്കിപ്പോൾ യൂട്യൂബ് മാത്രമല്ലോ, ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കണ്ടേ. അപ്പോൾ കളിക്കാനായിട്ട് ടൈമില്ല. ആൻഡ് ബ്രോ, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഒരു ദിവസം ഓൺലൈൻ സെർവറിൽ കളിക്കാം. എനിക്കെന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട് സംഭവം ഓൺലൈൻ. അതെന്തോ PvP അങ്ങനത്തെ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ ദിനോസറൊക്കെ വെച്ചിട്ട് വേറെ പ്ലേസിനെ പോയി അറ്റാക്ക് ചെയ്യുന്ന അങ്ങനത്തെ എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. അപ്പോൾ പിന്നെ എന്തായാലും ഫ്രീ ആകുമ്പോൾ ഞാൻ യൂട്യൂബിൽ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യും. ആ സമയത്ത് ഞാൻ എന്തായാലും പറയാം. അപ്പോൾ ബ്രോ ഒന്നും കൂടെ ഒന്ന് കമൻറ്റ് പറഞ്ഞാൽ നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാം. ആൻഡ് ഗൈസ്, ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. ഇന്ന് നമുക്കുണ്ടല്ലോ ഒരു റാപ്റ്ററിനെ പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ബേസ് സെറ്റ് ചെയ്തത്. ബേസ് അല്ല, ഒരു ട്രാപ്പ് സെറ്റ് ചെയ്തത്. പിന്നെ ഞാൻ എൻ്റെ ടെറേൻ്റെ മേത്ത് കയറി കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ആർജനെ കൊണ്ട് ഒരു റാപ്റ്ററിനെ പോയി തൂക്കിയെടുക്കും. എന്നിട്ട് ഇതിനകത്ത് കൊണ്ടുവന്നിടും. ഈ നമ്മുടെ ഡോർ ഫ്രെയിം ഇല്ലേ, അത് വെച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഈ റാപ്റ്റർ ഈ ചെറിയ ഉട്ട കൂടെ വരെ ഉഴുന്നു ഇങ്ങനെ, അത് ആ ചെറിയ ഗ്യാപ്പിൽ കൂടെയൊക്കെ വരും. അതാണ് പ്രശ്നം. അപ്പോൾ ഞാനിങ്ങനെ ഫുള്ളായിട്ടൊന്ന് സെറ്റ് ചെയ്ത്, പിന്നെ റാപ്റ്റർ ഈ ഒരു ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മുടെ ഡിയോഡിക്കൂർസിനെ കണ്ട പോലെ. ആൻഡ് ഗൈസ്, ഡിയോഡിക്കൂർസിൻ്റെ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞാൻ കുറേ ഇങ്ങനെ അലഞ്ഞ് നടന്നു, പക്ഷെ എനിക്ക് ഹൈ ലെവൽ ഒന്നിനെയും കിട്ടുന്നില്ല. എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇനിയിപ്പോൾ നമുക്ക് പോയിട്ട് മലപ്പൊക്കത്ത് പോകണം. കാരണം അവിടെ നമ്മുടെ ബുള്ളറ്റും കാര്യങ്ങളൊക്കെ ഇല്ലേ, നമ്മുടെ ഡാർട്ടും കാര്യങ്ങളൊക്കെ മലപ്പൊക്കത്താണ്. അപ്പോൾ അത് പോയി നമുക്കൊന്ന് എടുക്കണം. അതിൻ്റെ കൂൾ എയർ എന്ന് പറഞ്ഞാൽ മറ്റേ ചൂട് കൂടിയ സംഭവം വന്നിട്ടുണ്ടല്ലേ, ഞാനെന്തായാലും അതൊന്ന് മേടിച്ചിട്ടും പോവാം നമുക്ക്. പിന്നെ തണുപ്പിൻ്റെ ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അത് ആംബറിനകത്ത് എന്നെന്തോ കടിച്ച് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അയ്യോ, റാപ്റ്റർ ഇതാ പറഞ്ഞില്ല, അപ്പോഴേക്കും വന്നു സാധനം. ഹെൽത്ത് കൂളായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എനിക്ക് പറന്ന് പോട്ടെ. ഇതിനെല്ലാം നമുക്ക് തീർത്തേ, കാരണം ഈ റാപ്റ്റർ നമുക്ക് വേണ്ട. എന്തായാലും ലോ ലെവലല്ലേ. ഇതിങ്ങനെ ചെറിയ ലെവലിൽ ഞാൻ 2 എത്ര ലെവൽ നോക്കട്ടെ. ഇതിനാ ലെവൽ നോക്കാൻ പറ്റുന്നില്ല. 1:20. ഓക്കെ, 2 നമുക്ക് തീർക്കണം. കാരണം ഇങ്ങനത്തെ ലോ ലെവലിനൊക്കെ തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈ ലെവലിലൂടെ സ്പോൺ ആവും. ഒരെണ്ണം ചത്താന്ന് തോന്നുന്നു കേട്ടോ. ഇല്ല, അതിനെ വെച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരെണ്ണോട് തീർന്നിട്ടുണ്ട്. ഇനി എന്താ ഉള്ളത്? പിന്നെ മറ്റേ കല്ലല്ലല്ലോ, എന്തോ തൂക്കെടുത്ത് എറിയുന്നൊരു ജീവിയാണത്. നമുക്കെന്തായാലും മറ്റേ തിൻ സ്കിൻ അങ്ങനെ എന്തോ തോന്നുന്നു. അതിൻ്റെ എനിക്ക് കറക്റ്റ് അതിൻ്റെ പേര് അറിയാൻ പാടില്ല. നോക്കട്ടെ, അത് മേടിച്ചിട്ടും പോവാം നമുക്ക്. പിന്നെ ഈ തണുപ്പും ഇപ്പം നമ്മൾ ആംബറൊക്കെ ഉള്ളതുകൊണ്ട് സെറ്റാണ്. തണുപ്പും അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കൺസ്യൂമബിൾസിനകത്ത് ഓക്കെ, തിക്ക് സ്കിൻ ഈ സാധനം മേടിക്കണം. 20 ആംബർ പോകും. നമുക്ക് എന്തായാലും അത് മേടിച്ചേക്കാം. എത്രയോ സമയത്തേക്ക് ഉണ്ട് ബഫ്. ഒരു മിനിറ്റ്, ബഫ് നോക്കട്ടെ. 23 മണിക്കൂർ. ഇതിവിടെ ആയിട്ടാണ് നമ്മുടെ സ്ഥലം. അങ്ങോട്ടേക്ക് പോകണം. ഞാനപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് വരാം. ഓക്കെ, ഒന്ന് ഉറങ്ങിയിരുന്നേറ്റ് നമ്മുടെ ഇതിനൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു ഹൈ ലെവൽ റാപ്റ്ററിനെ കണ്ടുപിടിച്ചിട്ട് ഞാൻ വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കൊരു 240 ലെവൽ റാപ്റ്ററിനെ കിട്ടിയിട്ടുണ്ട്. ഇത് ഭയങ്കര കടിയാണ് കേട്ടോ. നമ്മുടെ അർജനെ കടിക്കണേ തോന്നി. ഞാൻ എന്തായാലും കുറച്ച് മെഡിക്കൽ ബ്രൂ കുടിച്ചിട്ടുണ്ട്. ഇതിനെ ആ റെക്സ് ആയിട്ട് അവിടെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടക്കാണ് ഈ സാധനത്തിന് ഞാൻ പിടിച്ചത്. അതുകൊണ്ട് ഹെൽത്ത് നല്ല കുറവ്. അർജൻ്റെ ഹെൽത്ത് നല്ല രീതിയിൽ കുറയുന്നുണ്ട് കേട്ടോ. മിക്കവാറും ഇതിനെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഒരു മൂലക്ക് ഇറങ്ങിട്ട് നമ്മുടെ ഹെൽത്ത് കൂടിയിട്ട് വീണ്ടും പൊക്കെടുക്കേണ്ടി വരും ഈ സാധനത്തിന്. അർജൻ്റെ ഹെൽത്ത് കുറയുന്നു നോക്ക് മോനെ. ഞാൻ കുറച്ച് മെഡിക്കൽ ബ്രൂ കുടിച്ചിട്ടുണ്ട്. കാരണം പറയാൻ പറ്റൂല, നമ്മളും തീരാ. ഓക്കെ, ഞാനിപ്പോൾ അർജൻ്റെ റെഡ് ആയി കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ഒന്ന് ബേസിലോട്ട് പോട്ടെ. ബേസിലോട്ട് പോയിട്ട് ഞാനൊന്ന് ഇതിനൊന്ന് ട്രാപ്പൊക്കെ ചെയ്തിട്ട് വരാം. ഓക്കെ, അതിന് മുമ്പ് പാരസോർ ഒന്ന് തിന്നട്ടെ. പാരസോറൊക്കെ അടിച്ച് തിന്നാൽ കുറച്ച് ഹെൽത്ത് കൂടും. കുറച്ച് ടാസ്ക് ആയിരുന്നു. അവിടെ നിന്ന് ഇവിടം വരെ കൊണ്ട് നല്ല പണിയായിരുന്നു. ഇതിനെ താഴ്ത്തിടും. അതുപോലെ തന്നെ അർജനൊന്ന് ഫോഴ്സ് ഫീഡ് തന്നെ നമുക്ക് ഹെൽത്ത് കയറുമല്ല. അപ്പോൾ ഹെൽത്ത് കൂട്ടും. എന്നിട്ട് പിന്നെ ഇതിനെ പൊക്കിയെടുക്കും. അങ്ങനെ റെഡ് വുഡ്സ് മുതൽ ഇവിടം വരെ ഞാനതിനെ കൊണ്ടുവന്ന്. ആ ഭാഗമൊന്നും ഞാൻ പിന്നെ വീഡിയോയിൽ കാണിക്കുന്നില്ല. കാരണം കുറേ ടൈം വെറുതെ അതിനുവേണ്ടി മാത്രം പോയിട്ടുണ്ട്. അർജൻ്റെ ഹെൽത്ത് തീരാറായി. മിക്കവാറും എൻ്റെ അർജ് ഇപ്പം തന്നെ തീരും. ഓക്കെ, ഇവിടെ തൽക്കാലം ഈ സാധനത്തിനോട് ഇടാം. എന്നിട്ട് ഒന്നും കൂടെ കോരിയെടുക്കാം. ഓക്കെ, കോരിയെടുത്തിട്ടുണ്ട്. അവിടെ എൻ്റെ അർജത്ത് ഗൈസ് നമ്മൾ സൂം ചെയ്യട്ടോ.
നല്ലൊരു ആർജയായിരുന്നു, ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ആർമർ നല്ല കൂടിയ ആർമറാണ്ട് പിന്നെ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും വലിയ സീനൊന്നുമില്ല. ഒന്ന് കൂടിപ്പോട്ടെ, ഞാൻ എല്ലാത്തിനും പാസീവ് ആകട്ടെ. പാസീവ് ആവ് അന്നുലാറ്റൊക്കെ അല്ലേ ചത്തുപോകത്. 2 മിക്കവാറും ഇപ്പം തന്നെ വീഴും. അത് വീണ് കേട്ടോ, 2 എണ്ണം മതിയാവുള്ളൂ. ഓ എൻ്റെ പൊന്നോ. ആൻഡ് ഗൈസ് നമ്മുടെ ആർജ് അങ്ങനെ തീർന്നിട്ടുണ്ട്. ആർജൻ്റെ ഇംപ്ലാന്റ് എടുക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ റീകോൾ ചെയ്യാൻ പറ്റുമായിരുന്നു ആർജനെ. നല്ലൊരു ആർജി ആയിരുന്നു, ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ബെസ്റ്റ്. ആർജൻ്റെ ഇംപ്ലാന്റും ഇല്ല. ഗൈസ് ഞാൻ എന്തായാലും പോട്ടെ, കുറച്ച് പ്രൈമേറ്റ് കളക്ട് ചെയ്തിട്ടും വരാട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് 2 പ്രൈമേറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ തെറീനെ കൊന്നപ്പോൾ നമുക്ക് 2 പ്രൈമേറ്റ് കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് മറ്റേ പ്രാണിയൊക്കെ ഒന്ന് വേഗം തിന്നാനായിട്ട്, പക്ഷേ അതിസാഹസികതമായി ഞാൻ 2 പ്രൈമേറ്റ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഞാനേ നമ്മുടെ ടെറേൻ്റെ ഇൻവെൻ്ററിൽ നിന്ന് എടുത്ത് എൻ്റെ ഇൻവെൻ്ററിലോട്ട് ആക്കി, അല്ലെങ്കിൽ ടെറ അത് മിക്കവാറും തീർക്കും. ഓക്കെ 2 എണ്ണം മതി. ഓക്കെ ഫൈനലി നമ്മുടെ റാപ്റ്റർ അങ്ങനെ ടൈം ആയിട്ടുണ്ട്. പാസീവ് സ്റ്റോപ്പ് ബോൾ. ഇനി റാപ്റ്ററിന് ഒരു സാഡിൽ പണിയണം, റാപ്റ്ററിൻ്റെ സാഡിൽ. ആൻഡ് ഗൈസ് ഫൈനലി നമ്മുടെ റാപ്റ്ററിന് നമ്മളങ്ങനെ ടൈം ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ ആർജയുടെ ജീവിതം നമ്മൾ ത്യജിച്ചുകൊണ്ട് നമ്മുടെ റാപ്റ്ററിനെ നമ്മളങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇതിന് ഒരു സെക്കൻഡറി അറ്റാക്ക് ഉണ്ട്, കൺട്രോൾസ് എടുക്കുക. ഓക്കെ സെക്കൻഡറി അറ്റാക്ക് ഓൾറെഡി ഉണ്ട്. നമ്മുടെ റൈറ്റിൽ ഡബിൾ ടാപ്പ് 2 ഇത് വെച്ച് ടാപ്പ് ചെയ്ത് മൾട്ടി ടാപ്പ് അങ്ങനെ എന്തോ പറയുന്നത് തോന്നുന്നത്. ഇതിൻ്റെ സെക്കൻഡറി അറ്റാക്ക് ഇങ്ങനെ കടിച്ചു പിടിക്കും, ചെറിയ ഡൈനോസിനെയൊക്കെ ഇതിങ്ങനെ കടിച്ചു പിടിക്കും. എന്തായാലും അപ്പുറത്ത് പോട്ടെ, ഇതിൻ്റെ അപ്പുറം പോകണം, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. വെള്ളത്തിൽ വലിയ സ്പീഡൊന്നും ഇല്ല ഈ സാധനത്തിന്. ഈ ലോ ലെവലായതുകൊണ്ടാണോ ഐ ഡോണ്ട് നോ. ഞാനിപ്പോൾ എന്തായാലും ഇതിൻ്റെ ആ എബിലിറ്റി ഒന്ന് കാണിച്ചു തരാം. ഒരു ചെറിയൊരു ഡൈനോസിനെ നോക്കട്ടെ. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ ഡോഡും എല്ലാം കറന്നെടുക്കും. നമ്മൾ ഒരു ആവശ്യത്തിന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. പാരസോറിനെ പിടിക്കാൻ പറ്റുമോ? വെയിറ്റ് ആകെ ഇല്ല, പാരസോർ അങ്ങനെ പിടിക്കാൻ പറ്റില്ല. അതാ നിൽക്കുന്നുണ്ടാ, ഇതിങ്ങനെ കടിച്ചു പിടിക്കണം. അതങ്ങനെ അവിടെ നിൽക്കും. ഒരു കടി കൊടുക്കണം, ഡോഡോനെ പിടിക്കാം നമുക്ക്. കാട്ടൂട്ട് ഓരോ തീറ്റ തിന്നുമ്പം ഓരോ കാട്ടൂടും. ഡോഡോനെ ഇങ്ങനെ പിടിച്ചു ലോക്ക് ചെയ്തു. അയ്യോ ഡോഡോ ലോക്കായില്ല, ചാടിയപ്പോൾ ചത്തി പോയിക്കുന്നതാ. ഓക്കെ ഡോഡോനെ പിടിച്ച് ലോക്ക് ചെയ്ത് കടി. അത് തന്നെ 2 കടിക്കുള്ളുള്ളു കേട്ടോ കുഞ്ഞ് ദിനോസറിലൊക്കെ. ആമക്കുട്ടനുണ്ട്, ഒരു കടി കൊടുത്തു നോക്കാം. 250 ലെവൽ ആമക്കുട്ടൻ. നമ്മൾ ഈ ആമക്കുട്ടനെ പിടിക്കാൻ തൊട്ട് ഇതിന് ഇതുവരെ പിടിച്ചിട്ടില്ലല്ലോ. 250 ലെവലുണ്ട്, ഒരാവശ്യമില്ല. ഹൈ ലെവൽ തന്നെയാണ്. അതിനെ തന്നെ നമുക്ക് അങ്ങനെ തീർത്തേക്കാം. ഇതിനെ പിന്നെ പിടിച്ചിട്ട് വലിയ ഉപകാരമൊന്നും ഇല്ല ഈ സാധനത്തിന്. ഇതിൻ്റെ സാല് പണിയാൻ നമുക്ക് കുറേ ചിലവാവുന്നു, അല്ലാണ്ട് ഇതിനെ കൊണ്ട് അങ്ങനെ വലിയ ഉപകാരമൊന്നുമില്ല. വെള്ളത്തിൻ്റെ സ്പീഡിൽ പോകും തോന്നണത്. പിന്നെ നമുക്ക് എന്താണ് നമ്മുടെ അതിനെന്താ പറയുന്നത്, സ്റ്റോറേജ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അല്ലാണ്ട് ഇതിനെ കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. പിന്നെ ബെറിയൊക്കെ ബെറി പറക്കും ഈ സാധനം, അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. ബെറിയൊക്കെ എടുക്കൂട്ട് തോന്നുന്നു. അങ്ങനെ നമ്മുടെ റാപ്റ്റർ കൊള്ളാം, അത്യാവശ്യം നല്ലൊരു റാപ്റ്ററാണ്. അത്യാവശ്യം മീറ്റും ഹൈഡും എല്ലാം കളക്ട് ചെയ്യണം. ഞാൻ ഉറങ്ങിയിരുന്നിട്ട് രാവിലെ വരാം. രാവിലെ എന്നിട്ട് ബാക്കി അറ്റാക്കും കാര്യമൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഒന്ന് കിടന്നുറങ്ങട്ടെ ഗൈസ്. അപ്പോൾ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് നമുക്ക് വീണ്ടും നമ്മുടെ ഹണ്ടിങ്ങിലോട്ട് കിടക്കാം. റാപ്റ്ററിനെ കൊണ്ട് നമ്മൾ ഹണ്ടിങ്ങിന് പോവുകയാണ്. ഓക്കെ ആൻഡ് ഗൈസ് ഇനിയിപ്പോൾ കുറച്ച് ഓഫ്ലൈൻ ഞാൻ എന്തായാലും മഞ്ഞുമലയിൽ പോകും. അവിടെ പോയിട്ട് നല്ല ഹൈ ലെവലിൽ നമ്മുടെ ആർജനെ പിടിക്കണം. ഇതേപോലെ നമ്മൾ ആവേശം മൂത്ത് ഞാൻ ചെയ്ത പോലെ ഇതെല്ലാം എല്ലാവർക്കും ഒരു പാഠമാണ്. നമ്മൾ ആവേശം മൂത്ത് ചാടിക്കയറി പെട്ടെന്നൊന്നും ചെയ്യാൻ നിൽക്കരുത്. നമുക്ക് നമ്മുടെ മോസ്റ്റ് ഓപ്ഷനെ കടിച്ചു പിടിക്കുമെന്ന് നോക്കിയാലാ. അതിനെ ലോക്കാക്കി കേട്ടോ, കടിക്കുന്നതാ. തീർന്ന് കഴിഞ്ഞു 230. ഇതിനൊക്കെ നല്ലോണം ഇത് കിട്ടും, എന്താണ് നമ്മുടെ മീറ്റ് കിട്ടുന്നുണ്ട്, മോസ്റ്റ് ഓപ്സ്. പിന്നെ നമ്മുടെ ഫിയോമി, അതൊക്കെ നല്ല രീതിയിൽ ഹൈഡും തരും മീറ്റും തരും. ഒരു ട്രൈക്ക് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ട്രൈക്കിലൂടെ ഒന്ന് അറ്റാക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്താം. ഈ ട്രൈക്ക് അറ്റാക്ക് ചെയ്ത് എൻ്റെ റാപ്റ്റർ ചാവണമല്ലേ, 30 ലെവലുള്ളൂ. ട്രൈക്ക് ഒരു ഒറ്റ കുത്തിനാവും. റാപ്റ്ററിന് ലെവലപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് മില്ലി ഡാമേജ് കൂട്ടാം. ട്രൈക്കിൻ്റെ ഒരു ഒറ്റ കുത്തിന് തെറിച്ചു പോയി സാധനം. ചാടുന്നതാ ലെവലപ്പ് ചെയ്യുമ്പോഴുള്ള സംഭവം കൊള്ളാമല്ലേ, അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട്. ഓക്കെ ഇതാ ഒരു ട്രൈക്ക് ഉള്ളത്, അതിനെ കൂടെ തീർത്തിട്ട് നമുക്ക് നിർത്താം. ലെവൽ 60.
കഴിഞ്ഞ ട്രൈക്ക് തീർന്ന് ഇപ്പോൾ ഒരു കാര്യം കൂടെ വേണ്ടില്ലേ കഴിഞ്ഞ അത്രേ ഉള്ളൂ. ആൻഡ് ഗൈസ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ എന്തായാലും ഇവിടെ നിർത്തണം. എല്ലാവർക്കും എപ്പിസോഡ് ഇഷ്ടമായി വിചാരിക്കുന്നു. നല്ലൊരു ആർജനം കൊണ്ടേക്ക് ഒന്ന് കളഞ്ഞിട്ടാണ്. എന്തായാലും ഓഫ്ലൈൻ ഒന്ന് മഞ്ഞുമല അല്ലെങ്കിൽ നമ്മുടെ റെഡ് ബുഡ്സിൻ്റെ അവിടെ നിന്ന് ഒന്ന് പോകണം. എനിക്ക് തോന്നുന്നു മഞ്ഞുമല എന്ന് തോന്നുന്നു ഏറ്റവും ഹൈ ലെവൽ ആർജല്ലെന്ന് തോന്നണല്ലേ ഗൈസ്. ആർജൻ്റെ ലൊക്കേഷൻ അറിയാവുന്ന ഹൈ ലെവൽ കിട്ടുന്ന ലൊക്കേഷൻ അറിയാവുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ട് കിട്ടാം. അപ്പോൾ എനിക്ക് നേരെ അങ്ങോട്ടേക്ക് പോയതല്ല, വെറുതെ കുറേ കറങ്ങി നടക്കണ്ടല്ലോ. അപ്പോൾ എന്തായാലും നല്ലൊരു ആർജനെ പിടിക്കണം, അതുപോലെ തന്നെ ആർജന മാത്രം പിടിക്കാനുള്ളൂ. ആൻഡ് ഗൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഗൈസ് ഇതിലും നല്ലൊരു വെറൈറ്റി വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.